ഫ്രണ്ട്സ്, ഒരു വ്യക്തിയിലുള്ള അഡിക്ഷനിൽ നിന്നും ഹീലിംഗ് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയെ പൂർണ്ണമായിട്ട് അങ്ങ് മറക്കുക എന്നുള്ളതോ ആ വ്യക്തിയുമായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മറവി സംഭവിക്കുക എന്നുള്ളതോ അല്ല. മറിച്ച് ആ വ്യക്തിയുടെ ഓർമ്മകൾക്കോ അല്ലെങ്കിൽ ആ വ്യക്തിക്കോ തന്നെ നമ്മളെ ഒരിക്കലും തകർക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ഹീലിംഗ് പാർട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ഹീലിംഗ് സംഭവിക്കുന്നതിന് മുൻപ് ഒരു ചെറിയൊരു ട്രിഗർ വന്നാൽ പോലും നമുക്ക് എന്തെന്നില്ലാത്ത ഒരു പെയിൻ സംഭവിക്കും. അതുപോലെ തന്നെ നമ്മളിങ്ങനെ പാസ്റ്റിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുക, ഓവറായിട്ട് ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കുക, അതുപോലെ തന്നെ ഇമോഷണലി നമ്മൾ ബ്രേക്ക് ചെയ്യപ്പെടുക, ഇതൊക്കെ ഹീലിങ്ങിന് മുമ്പ് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള ഇന്നർ ചൈൽഡിനെ നമ്മൾ ഹീലിംഗ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തെന്നില്ലാത്തൊരു ക്ലാരിറ്റി കിട്ടും. നമ്മൾ റിയാലിറ്റി എന്താണെന്ന് അക്സെപ്റ്റ് ചെയ്യുവാൻ തുടങ്ങും. നമ്മുടെ ഇമോഷൻസിനെയൊക്കെ നമുക്ക് ബാലൻസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അതിലൂടെ നമുക്ക് ഇന്നർ പീസിലേക്ക് എത്തുവാനും കഴിയും. എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഈ പ്രണയം, അതുപോലെ തന്നെ ഈ പ്രണയ തകർച്ച എന്നുള്ളതൊക്കെ നമ്മുടെയൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഈ അഡിക്ഷനിലൂടെ മുന്നോട്ട് പോയിട്ടുള്ള ഒരു കാലം എനിക്കും ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ എനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ കഴിഞ്ഞത് ഈ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിലൂടെയാണ്. ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വേദനകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അഡിക്ഷൻ സംഭവിക്കുമ്പോൾ, അതിൽ നിന്ന് നമ്മൾ ബ്രേക്കപ്പ് ആകുമ്പോൾ, ഇവിടെയൊക്കെ ഞാൻ ആദ്യം കണക്ട് ചെയ്യുന്നത് എൻ്റെ 5-ാമത്തെ വയസ്സിലാണ് എൻ്റെ മാതാവ് എന്നെ വിട്ടു പോകുന്നത്. ഞാൻ എപ്പോഴും കണക്ട് ചെയ്യുന്നത് ആ ഒരു മൊമെൻറ്റിലേക്കാണ്. അന്ന് ദുഃഖിച്ചിരുന്ന, അല്ലെങ്കിൽ വേദനിച്ചിരുന്ന, അല്ലെങ്കിൽ കരഞ്ഞ ആ ഒരു കൊച്ചുകുട്ടിയിലേക്കാണ് ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യാറുള്ളത്. എപ്പോഴാണ് ഈ വേദനകൾ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ അഡിക്ഷൻ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് എൻ്റെ 20കളിലാകട്ടെ 25കളിലാകട്ടെ എന്നെ അലട്ടിക്കൊണ്ടിരുന്ന വലിയൊരു പ്രശ്നമായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ഇന്നർ ചൈൽഡിനെ ഹീലിംഗ് ചെയ്തതിലൂടെ തന്നെയാണ് അതിൽ നിന്നൊക്കെ എനിക്ക് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞതും, ലൈഫിനൊരു ക്ലാരിറ്റി കിട്ടിയതാകട്ടെ, റിയാലിറ്റി എന്താണെന്നുള്ളത് അക്സെപ്റ്റ് ചെയ്തതാകട്ടെ, വീണ്ടും ആ ഒരു ഇന്നർ പീസിലേക്കൊക്കെ എത്താൻ കഴിഞ്ഞത് ഈ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിലൂടെയാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്കും ഈ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യുന്നതിലൂടെ എന്തെന്നില്ലാത്തൊരു ഇന്നർ പീസിലേക്ക് എത്താൻ കഴിയുന്നതാണ്. ഈ ഇന്നർ പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എല്ലാം അങ്ങ് മറക്കുക എന്നുള്ളതല്ല. എന്ത് തന്നെ സംഭവിച്ചാലും നമ്മൾ ഓക്കെ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ്, ഒരു തരത്തിലുള്ള കോൺഫിഡൻസ് ആണ് ഇന്നർ പീസ് എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾക്കും ഈ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്തുകൊണ്ട് തന്നെ ഇന്നർ പീസിലേക്ക് എത്തുവാൻ കഴിയുന്നതാണ്. അത് സ്വയം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുവാൻ കഴിയും. ഓക്കെ ഫ്രണ്ട്സ്.